ഹായ്, ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നതേ പനി വരുമ്പോൾ ഞാൻ കഴിച്ചതാ കേട്ടോ. പിന്നെ നമ്മുടെ അടുത്ത സാറിന് പനിയാണ്. ഇത് നമ്മുടെ മാങ്ങയുടെ ഇലയാണ് കേട്ടോ. മാവിൻ്റെ ചെറിയതിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കാൻ കേട്ടോ. ഇതുണ്ട്. പിന്നെ പേരയിലയുടെ ഇളയ തണ്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കാൻ കേട്ടോ. ഇതിലുണ്ട്. പിന്നെ നമ്മളിതിൻ്റെ തുളസി ഇല ഒരു 3 കേട്ടോ. 4 എടുക്കാം കേട്ടോ. ഇപ്പോൾ ഒരു 4 ഉണ്ട്. പിന്നെ നമ്മുടെ കുരുമുളകില്ലേ, കുരുമുളകിൻ്റെ തണ്ട്, അതിൻ്റെ ഇളയ ഇല ഉണ്ടാ, ഇതൊരു 3. പിന്നെ അല്ലാതെ ഞാൻ കുറേ ഏറെ എടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇത് തിളപ്പിച്ചിട്ട് ആവി പിടിക്കാൻ നമുക്ക് നല്ലതാണ് കേട്ടോ. ഇത് തന്നെ ആവി പിടിക്കാം. ഇതിൽ കുറച്ച് നമുക്ക് പൊട്ടിച്ചിടാം. എന്തിനാ, വെള്ളം തിളപ്പിക്കാൻ വേണ്ടി. ഒരു ചായപാത്രമാണ് ഇപ്പോൾ എടുത്തേക്കണേ. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇല ഇതിലേക്ക് ഇടാം. ഇട്ടിട്ട് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഇത് വെള്ളം തിളപ്പിച്ച് കുടിക്കുക. ഇത് നല്ല വറ്റിച്ചെടുക്കണം. ഇതിൻ്റെ തണ്ടൊക്കെ നമുക്ക് ആവി പിടിക്കാൻ എടുക്കാം. പിന്നെ പേരയുടെ ഇലയത് തീരെ ഇളയതാണ് കേട്ടോ. അതിൻ്റെ ഒരു കടുപ്പം കൊണ്ട് കുടിക്കാൻ പാടായിരിക്കും. ഒരു 3 ഇല മതി. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുരുമുളക് നല്ല മരുന്ന് ഔഷധ ഗുണമുള്ളതല്ല. ഇങ്ങനെ പിച്ചക്കിലിട്ടാൽ കേട്ടോ. അപ്പം ഞാനിത് ചെയ്ത് അതിനെക്കൊണ്ട് നിങ്ങൾക്കൊക്കെ ഒന്ന് പരിചയപ്പെടുത്തിയിരുന്നു. എനിക്ക് പെട്ടെന്ന് പനി മാറി. കുരുമുളകിൻ്റെ 2 ഇല ഇട്ട് കുടിക്കാൻ വേണ്ടി മാത്രം, അല്ലാതെ ആവി പിടിക്കാൻ എത്ര വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് ഇതിനകത്ത് ഇട്ട് 2 ഗ്ലാസ് വെള്ളം, അതായത് ഇപ്പോൾ 1 ഗ്ലാസ്, ഈ 2 ഗ്ലാസ് വെള്ളം വെച്ചിട്ട് 1 ഗ്ലാസ് ആയിട്ട് വറ്റിച്ചിട്ട് അതിൽ തിളപ്പിച്ചിട്ട് ഒരു കുടിക്കാൻ നേരത്ത് ഇതാ 2 ഗ്ലാസ് വെള്ളം ഇട്ടോ. ഇത് നല്ല തിളപ്പിക്കണം. തിളപ്പിച്ച് വറ്റിച്ചിട്ട് 1 ഗ്ലാസ് ആക്കി എടുക്കണം. എന്നിട്ട് അതിനകത്ത് ഒരു തുള്ളി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുടിച്ചാൽ പനി, ശ്വാസം മുട്ട്, കഫക്കെട്ട്, നമ്മൾ ഈ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന കാശ് മതിയല്ലോ. നമുക്ക് ഇങ്ങനെയൊക്കെ നമ്മുടെ നാടൻ മരുന്ന് ഏറ്റവും നല്ലതാണ്. ഞാനിതൊക്കെ ചെയ്യുന്ന ചില പണ്ട് തൊട്ടേ എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മ ഇങ്ങനെയൊക്കെയുള്ള മരുന്നുകളൊക്കെ ചെയ്തു തരുമായിരുന്നു. അതുകൊണ്ട് നമ്മളതൊക്കെ കണ്ടുപഠിച്ചതാണ്. അതുപോലെ കാല് വെടിച്ച് ചേർന്ന് കാലിൻ്റെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്നതിനും എല്ലാം ഞാൻ മരുന്ന് ചെയ്യലുണ്ട്. ഇത് ആവി പിടിക്കാനല്ലേ, പുട്ടുകുടത്തിൽ വെള്ളം എടുത്തിട്ട് പുട്ടുകുടത്തിൽ ഇല ഇടുന്നത് ആവി പിടിക്കാൻ കേട്ടോ. ആവി പിടിക്കാൻ ഇത് പുട്ടുകുടത്തിൽ നിറച്ച് വെള്ളമുണ്ട്. കൈ വിരിക്കുന്നില്ല, വരയ്ക്കുന്നു. അപ്പോൾ ഇത് നമുക്ക് തിളപ്പിച്ച് മൂടി വെച്ച് തിളപ്പിച്ചിട്ട് ഒരു വാഴയില എന്തെങ്കിലും വെച്ച് കെട്ടിയിട്ട് തിളപ്പിക്കണം. തിളപ്പിച്ചിട്ട് ആവി പിടിക്കാൻ നല്ലതാണ്. അതിൻ്റെ വെള്ളയപ്പം കഴിഞ്ഞ് പോയി കാണും.